നമസ്തേ, ഞാൻ അഞ്ജനാങ്കൽ. ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ വീട് ഇവിടെ ആറാട്ടുവഴി ആലപ്പുഴയിലാണ്. ഞാനിവിടെ ഒരു ഭാഗവത യജ്ഞത്തിൽ പങ്കെടുക്കുകയാണ്. എൻ്റെ മനസ്സിൽ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഭാഗവതത്തെ കുറിച്ചും ശ്രീകൃഷ്ണന്റെ ബാല്യകാല കഥകളെ കുറിച്ചും രാധാകൃഷ്ണന്മാരെ കുറിച്ചും അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി, നിവാരണം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ശ്രീ മണികണ്ഠൻ പള്ളിക്കലിനോടൊപ്പമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു ചോദ്യം എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ മകളിൽ നിന്ന് കേട്ടത്. തന്നെയുമല്ല, ഈ കളപ്പുര ഖണ്ഡാകർണ സ്വാമി ക്ഷേത്രത്തിൽ യജ്ഞത്തിന് വരുന്നതിന് മുമ്പുള്ള, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം, ആ ബന്ധമാണ് അതിപ്പോഴും നിലനിർത്തി പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും. എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ആരാണ് കൃഷ്ണൻ? കൃഷ്ണൻ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവരുടെയും മനസ്സുകളെ തന്നിലേക്ക് അടുപ്പിക്കുന്നവൻ എന്ന്. വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടാണ് കൃഷ്ണനെ സൂചിപ്പിച്ചത്. എന്നാൽ ഗർഗമഹാമുനി, യാദവകുലത്തിന്റെ ആചാര്യനായ ഗർഗമഹാമുനി രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ഗർഗസംഹിത. ആ ഗർഗസംഹിതയിൽ പറയുന്നത്, പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ദേവന്മാരാൽ വധിക്കപ്പെട്ടവരായ അസുരന്മാർ ഭൂമിയിൽ മനുഷ്യരായി വന്ന് പിറന്നു വന്നു. ഈ മനുഷ്യരുടെ ദുഷ്ചെയ്തികളെ ഭൂമിദേവിക്ക് താങ്ങാൻ സാധിച്ചില്ല എന്നും ഭൂമിദേവി ബ്രഹ്മദേവന്റെ അരികിൽ ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ ബ്രഹ്മദേവൻ ദേവന്മാരെയും മഹാദേവനെയും പാർവതീദേവിയെ ഒക്കെ വിളിച്ചുകൊണ്ട് വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാന്റെ അരികിൽ ചെന്ന് സങ്കടമുണർത്തിച്ചു എന്നും ശ്രീമദ് ഭാഗവതം പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഗർഗസംഹിതയാണ്. വൈകുണ്ഠനാഥനായ ഭഗവാൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരം തീർക്കാൻ നോം അവതാരം ചെയ്തു. എന്നാൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന അവതാരം, ഞാൻ സ്വീകരിക്കുന്ന അവതാരത്തിന് എനിക്ക് മറ്റൊരാളുടെ അനുമതി കൂടി വാങ്ങേണ്ടതുണ്ട്, ഒരാളെ കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് മഹാവിഷ്ണു ഭഗവാൻ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്. ഭൂമിയിൽ വ്യാപിച്ചിരിക്കുന്ന ആകാശമണ്ഡലത്തിനും അപ്പുറം മറ്റൊരു ലോകത്തിലേക്ക് വിമാനത്തിൽ പോവുകയാണ്. ആ വിമാനത്തിലേക്ക് ചെല്ലുന്ന മറ്റൊരു ലോകത്ത് അതിമനോഹരമായ ദേശം, ഗോക്കളെ കൊണ്ട് നിറഞ്ഞ ദേശം, പുൽ മൈതാനികൾ, വളരെ സുന്ദരിമാരായ സ്ത്രീകൾ, സുന്ദരന്മാർ, ഇങ്ങനെ ഇവരെല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ട വിസ്മയഭരിതമായ ഒരു ആ ലോകത്തിലേക്കാണ് ചെല്ലുന്നത്. ആ ലോകത്തിന്റെ പേര് ബ്രഹ്മദേവൻ പരിചയപ്പെടുത്തുന്നത് ഗോലോകം എന്നാണ്. ഗോ എന്നാൽ പശു എന്ന അർത്ഥമുണ്ട്, ഗോ എന്നാൽ അറിവെന്ന അർത്ഥമുണ്ട്, ഐശ്വര്യം എന്ന അർത്ഥമുണ്ട്, സൂര്യരശ്മി എന്നിങ്ങനെ അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളാണ് ഗോ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ആയിട്ട് പറയുന്നത്. അപ്പൊ ഗോലോകത്തിലേക്ക് ഇവർ ചെന്നു. ഗോലോകത്തിലേക്ക് ചെന്ന് നടന്ന് ചെല്ലുമ്പോൾ അവർ മഞ്ഞല, ഈ ചങ്ങമ്പുഴയുടെ കാവ്യങ്ങളിലൊക്കെ പറയുന്ന പോലെ മഞ്ഞിന്റെ വിവിധ വർണ്ണത്തിലുള്ള അലകൾ തിരശീല പോലെ മാറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിവിശിഷ്ടമായ ആ ഒരു പ്രദേശം, അവിടെ ഒരു മനോഹരമായ സിംഹാസനം, ആ സിംഹാസനത്തിൽ ആ ഒരു സുന്ദര രൂപൻ, ആ സുന്ദര രൂപൻ ആദ്യം ചുവന്ന നിറത്തിൽ, പിന്നെ വെളുത്ത നിറത്തിൽ, അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഉള്ളിലെ ചൈതന്യം അദ്ദേഹത്തിലേക്ക് ചെന്നെത്തുന്നതായി അവർക്ക് തോന്നി. ആ സമയത്ത് അദ്ദേഹം ശ്യാമവർണ്ണത്തിൽ, കറുത്ത നിറത്തിൽ കാണപ്പെട്ടു. ഇവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാമഭാഗത്തായി ലോകത്തിലുള്ള മുഴുവൻ അഴകും ഒരുമിച്ച് ചേർന്നത് പോലെ അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. അപ്പോ ആ സുന്ദരനായ ശ്യാമവർണ്ണനായ അദ്ദേഹത്തിനെ ബ്രഹ്മദേവൻ പരിചയപ്പെടുന്നത്, ഇദ്ദേഹത്തിന്റെ പേരാണ് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ളവൻ. ഇദ്ദേഹമാണ് സമസ്ത പ്രപഞ്ചങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷൻ. ഇദ്ദേഹം എല്ലാ ചൈതന്യത്തെയും തന്നിലേക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ കൃഷ്ണൻ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാമഭാഗത്ത് ഇരിക്കുന്നത് മറ്റാരുമല്ല, ആ പരാശക്തിയുടെ ഉത്തമാംശമായ പ്രണയത്തിന്റെ സ്വരൂപമായ
രാധയാണ്, രാധാദേവിയാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് വന്നവരെ, ഭൂമിദേവിയെ, ബ്രഹ്മാവിനെ ഒക്കെ ഹാർദമായി സ്വീകരിക്കുന്നു. തുടർന്ന് ആ ഭൂമിദേവി തന്റെ സങ്കടം ഉണർത്തുന്നു. ബ്രഹ്മദേവൻ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ മഹാവിഷ്ണുവിലൂടെ ഭൂമിയിലേക്ക് അവതാരം കൊള്ളാം എന്ന് സൂചിപ്പിച്ചു. വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്താൻ പറഞ്ഞു. ഇതാണ് ആദ്യത്തെ പശ്ചാത്തലമായി ഗർഗസംഹിതയിൽ കൃഷ്ണനെയും രാധയെയും അവതരിപ്പിക്കുക. തുടർന്ന് കൃഷ്ണൻ ഭൂമിയിലേക്ക് വന്നു. രാധ ജനിക്കുന്നത് ആ വൃഷഭാനുവിന്റെയും കീർത്തി എന്ന കലാവതിയുടെയും മകളായിട്ടാണ് രാധ പിറക്കുന്നത്. വൃഷഭാനു പിന്നെ പൂർവജന്മമുണ്ട് സുചന്ദ്രൻ. വൃഷഭാനുവും ഭാര്യയും ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ അവർ പ്രണയം പങ്കിട്ടു. എങ്കിലും മോക്ഷപദ പ്രാപ്തിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയും ഭാര്യ ഭർത്താക്കന്മാരായി പിറക്കണമെന്നാണ്. അങ്ങനെ അവർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി പിറന്നു. അവരുടെ മകളായിട്ടാണ് പരാശക്തി അംശം അതിസുന്ദരിയായ രാധയായി വന്നു ചെയ്തത്. എന്നാൽ ഈ രാധയ്ക്ക് ജനിച്ചപ്പോൾ മുതൽ സംസാരശേഷി ഉണ്ടായിരുന്നില്ല. അമ്മ നേർന്നതാണ്, എന്റെ മകൾക്ക് സംസാരശേഷി ലഭിക്കുകയാണെങ്കിൽ എന്റെ മകളെ അടുത്ത ഗോലോക വൃന്ദാവനത്തെ ഒരു അതുപോലെ കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അവിടുത്തെ ഗോലോകത്തെ കൊണ്ടുവന്ന് ഗോവർദ്ധന പർവ്വതത്തെയും ഗോക്കളെയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വൃന്ദാവനമായിട്ട് പുനരാവിഷ്കരിച്ചിരുന്നു. അപ്പൊ ആ ഗോലോക ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഗോപക്ഷേത്രത്തിൽ പോയി ഞാൻ നിരന്തരം എൻ്റെ മകളെയും കൊണ്ട് വഴിപാട് നടത്തിക്കൊള്ളാം, എൻ്റെ മകൾക്ക് ശബ്ദം തിരിച്ചു നൽകണം, ശബ്ദം നൽകണം എന്ന് അന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കൂട്ടുകാരിയോടൊപ്പം ആ ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോഴാണ് രാധ കൃഷ്ണനെ കുറിച്ച് അറിയുന്നത്. ഇതിനിടയ്ക്ക് ഒരു വലിയ സങ്കടമുണ്ട്. ഈ വ്രതം പൂർണ്ണമാക്കാൻ, അതായത് നേർച്ച പൂർണ്ണമാക്കാൻ അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ ഇതിനിടയ്ക്ക് അങ്ങ് തിരിച്ചുപോയി, മരണപ്പെട്ടു. എങ്കിലും രാധ മുടക്കിയില്ല. അങ്ങനെ കൂട്ടുകാരിയോടൊപ്പം വരുമ്പോഴാണ് കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ മഥുരയിൽ പിറന്നു. ഗോകുലത്തിന്റെ ഭാഗമായിട്ടുള്ള അമ്പാടിയിൽ വന്നു. അമ്പാടിയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ വരികയാണ്. ആ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെയും കൂട്ടരെയും, നന്ദഗോപരെയും കൂട്ടരെയും ഹാർദമായി സ്വീകരിച്ചത് രാധയുടെ പിതാവായ വൃഷഭാനുവാണ്. അവിടെ വെച്ചാണ് രാധാകൃഷ്ണന്മാർ തമ്മിൽ കാണുന്നത്. രണ്ടുപേരും പരാശക്തി രാധ രൂപത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയായി, പരമാത്മ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ തന്നെ കൃഷ്ണനായി മാറി. ഇവർ ആ നിശീധിനികളിൽ, ആ വൃന്ദാവനത്തിലെ വള്ളിക്കുടിലുകളിൽ ഇവർ കണ്ടുമുട്ടി. പിന്നീട് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു, എത്രയോ കാലമായി കാണാൻ കൊതിച്ചിരുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. നീ എന്റേതാണ് എന്ന് കൃഷ്ണന്റെ മനസ്സും ഞാൻ അങ്ങയുടേതാണ് എന്ന് രാധയുടെ അന്തരംഗവും വല്ലാതെ തുടിച്ചു അവരോട് പറഞ്ഞു. അങ്ങനെയാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. ആ വൃന്ദാവനത്തിലെ നികുഞ്ചത്തിൽ വെച്ച് ബ്രഹ്മദേവൻ ഇവരുടെ വിവാഹം നടത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധർവ വിധി പ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ അറിയാതെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉള്ള വിവാഹമാണ് ഗാന്ധർവ വിധി പ്രകാരം. ഗാന്ധർവ വിധി പ്രകാരം അവർ വിവാഹിതരാകുന്നു. പിന്നെ അവരുടെ മനസ്സിൽ പൂത്തുലഞ്ഞ പ്രണയത്തെ അവർ ആവോളം പങ്കുവയ്ക്കുകയാണ്. രാധയ്ക്ക് വേണ്ടിയായിരുന്നു കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം എന്ന് തന്നെ പറയുന്നു. പാഴ്മുളം തണ്ടിലൂടെ പാട്ടിന്റെ പാലാഴി സൃഷ്ടിച്ച ഭഗവാന്റെ പുല്ലാങ്കുഴലിൽ നിന്ന് ഊറി വന്ന എല്ലാ രാഗങ്ങളും, എല്ലാ ഭാവങ്ങളും, എല്ലാ താള ലയങ്ങളും ഒക്കെ രാധയ്ക്ക് വേണ്ടിയായി. കൃഷ്ണൻ രാധയുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടന്നുറങ്ങും. രാധ കൃഷ്ണനോട് ചേർന്നിരുന്ന കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കും. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ചേർച്ചയാണ് കേവല പ്രണയത്തിനപ്പുറം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാലഘട്ടം മുന്നോട്ട് പോയി. ശ്രീകൃഷ്ണ ഭഗവാന്
വൃന്ദാവനത്തിൽ വിവിധ തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടായി. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാലനേമിയായ ഈ ജന്മത്തിലെ കൃഷ്ണന്റെ അമ്മാവനായ കംസൻ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അക്രൂരനെ പറഞ്ഞയക്കുന്നു. അക്രൂരൻ വന്ന് അവിടെ നടക്കുന്ന ചാപോത്സവത്തിൽ രാമകൃഷ്ണന്മാർ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ആ പോകുന്നതിന്റെ തലേ ദിവസം കൃഷ്ണരാധമാർ തമ്മിൽ കാണുന്നു. രാധാദേവിയോട് കൃഷ്ണൻ തന്റെ അവതാര ഉദ്ദേശത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. രാധ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങയോടൊപ്പം വരുന്നില്ല. അങ്ങയുടെ പ്രണയിനിയായി അങ്ങയുടെ പുല്ലാങ്കുടൽ മാധുര്യത്തിന്റെ ഓർമ്മ തുളുമ്പുന്ന രാവുകളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാനിവിടെ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞോളാം. അങ്ങയുടെ അവതാര ഉദ്ദേശം പൂർണ്ണമാക്കപ്പെട്ട് തിരിച്ച് വൈകുണ്ഠത്തിൽ നിന്ന് ഗോലോക വൃന്ദാവനത്തിലേക്കും വരുമ്പോൾ അങ്ങയെ കാത്ത് ഞാനവിടെ ഉണ്ടാവും. അങ്ങയുടെ ഇനിയുള്ള ജീവിതത്തിൽ ഒരിക്കലും അവകാശവാദവുമായി ഞാൻ വരില്ല എന്ന് രാധ കൃഷ്ണനോട് അറിയിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ രാധയെ ചേർത്ത് പിടിക്കുന്നു. നീ എൻ്റെ ജന്മസുഹൃതമാണ്, നീ ഇല്ലാതെ ഞാനില്ല. എൻ്റെ അവതാര ഉദ്ദേശത്തെ പാലിക്കുവാൻ നിന്റെ പ്രാർത്ഥനയും ഒപ്പം അനുഗ്രഹവും ഒക്കെ വേണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് യാത്ര പറയുക. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിൽ പോയി കംസനെ വധിച്ചു, അച്ഛനമ്മമാരെ മോചിപ്പിച്ചു, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ പോയി. തിരിച്ചു വന്ന് ലക്ഷ്മി അംശം തന്നെയാണ് രുക്മിണിയായി ഭീഷ്മകന്റെയും മഹാദേവിയുടെയും മകളായി പിറന്നത്. ആ രുക്മിണിയെ വിവാഹം കഴിച്ചു. മറ്റ് 7 സ്ത്രീകളെ കൂടി വിവാഹം കഴിച്ചു. നരകന്റെ കാരാഗൃഹത്തിലുള്ള 16,000-ൽ പരം സ്ത്രീകളെ മോചിപ്പിച്ച് അവരെ സംരക്ഷിച്ചു. പാണ്ഡവന്മാർക്ക് കരുത്തായി ഒപ്പം നിന്നു. ദുഷ്ടന്മാരെ കൊല്ലിപ്പിച്ചുമൊക്കെ ഭൂമിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കലൊരു സൂര്യഗ്രഹണം തന്നെ. ആ സൂര്യഗ്രഹണം വന്നതിന്റെ ഭാഗമായി ഭാർഗവ തീർത്ഥത്തിൽ സമന്ത പഞ്ചകത്തിൽ അവർ എല്ലാവരും സ്നാനം നടത്തുവാൻ വേണ്ടി വന്നു. ഈ സമയത്ത് ശ്രീകൃഷ്ണന് പ്രിയമുള്ള ഗോകുലവാസികൾ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം രാധയുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഭാര്യമാർക്ക് രാധയെ കാണാൻ, ഭർത്താവിന്റെ പഴയ ആള് എന്ന നിലയിൽ രാധയെ കാണാൻ കൗതുകമുണ്ട്. അങ്ങനെ അവർ രാധയെ കാണാൻ വേണ്ടി പോയി. രാധയുടെ അഭൗമമായ സൗന്ദര്യം കണ്ടിട്ട് ഏറ്റവും സുന്ദരിയാണ് താൻ എന്ന് നടിച്ചിരുന്ന സത്യഭാമ പോലും മോഹാലസ്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. തുടർന്ന് ഇവർ രാധയോട് സംസാരിക്കുന്നു. രാധയുടെ വിനയവും സ്നേഹവും ലാളിത്യവും സൗന്ദര്യവും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് രാധയോട് എന്തെന്നില്ലാത്തൊരു ആകർഷണീയത തോന്നും. പോകാൻ നേരത്ത് അവർ രാധയെ ക്ഷണിക്കുകയാണ്. കൃഷ്ണനോടൊപ്പം ഇനി തുടർന്നുള്ള കാലം ജീവിക്കാം, പോരുന്നു ഞങ്ങളോടൊപ്പം എന്ന് ചോദിക്കുക. എന്നാൽ രാധ പറഞ്ഞു, ഒരിക്കലുമില്ല. ഞാൻ കണ്ണൻ എനിക്ക് തന്ന സംഗീതവും കണ്ണന്റെ ഓർമ്മകളുമായി ഞാൻ വൃന്ദാവനത്തിൽ യമുനാ പുളിനത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് രാധാദേവി പറഞ്ഞു. അപ്പോ രാധയുടെ ഹൃദയം എന്നും കണ്ണനോടൊപ്പം ഉണ്ടാകും. അഭൗമമായ, അലൗകികമായ, അനിർവചനീയമായ, മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത ഉദാത്തമായ പ്രണയത്തിന്റെ ആവിഷ്കാരമാണ് രാധയും കൃഷ്ണൻ. തുടർന്ന് രാധാദേവി ഗോലോകത്തിലേക്ക് മടങ്ങുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തിരികെ ഗോലോകത്തിലേക്ക് പോകുന്നു. പല പെൺകുട്ടികളുടെയും ഒക്കെ സംശയമാണ്. കൃഷ്ണനോട് നീരസത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, കൃഷ്ണൻ എന്തിന് രാധയെ ഉപേക്ഷിച്ചു? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കൃഷ്ണൻ രാധയെ തേച്ചിട്ട് പോയില്ലേ? അപ്പോ ആ കൃഷ്ണനെ നമ്മൾ ആരാധിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ തേച്ചിട്ട് പോകൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. ആൺകുട്ടികളുടെയും സംശയം വ്യത്യസ്തമല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന് ഒരു അവതാര ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ അവതാര ഉദ്ദേശത്തിന് കളമൊരുക്കുകയായിരുന്നു
അവകാശവാദങ്ങൾ ഏതുമില്ലാതെ രാധ എന്നാണ് വളരെ ഹ്രസ്വമായി ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാം. വളരെയധികം സന്തോഷം. ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ മിടുക്കിയാണ് മോള്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.